ജസ്റ്റ് ചായ കുടിക്കാൻ പോയല്ലോ. ചായയോ? വീട്ടിൽ പോയി കുടിക്കാം. എനിക്ക് വീട്ടിൽ ചെയ്തിട്ട് ചായ ഒന്നും ഇടാനുള്ള ആരോഗ്യമില്ല. ഇതിൽ ഒത്തിരി താമസമില്ല. നമുക്ക് 1:30 വന്നപ്പോ പിന്നെ 5 മണി ആയിപ്പോ എഴുന്നേറ്റില്ല. ചേട്ടനെ വിളിക്കാം. അവന്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞോ? നമുക്കൊരു ചായ പോയി കുടിച്ചിട്ട് പെട്ടെന്ന് ഇതാ വന്നു എന്ന് പറഞ്ഞു വരാം. അതാകുമ്പോ പിന്നെ വീട്ടിൽ വന്നിട്ടൊന്നും കഴിക്കുകയും വേണ്ട. എങ്ങനെ അതല്ലേ ജസ്റ്റ് ചായ ഇട്ടുവന്നാ മതി വീട്ടിൽ. അയ്യത് വേണ്ട. പോയി കുടിച്ചിട്ട് ചേട്ടനെ വിളിച്ച് പറയട്ടെ. കണ്ടോ ഞാൻ ഒരുമാതിരി മടുത്ത് കുത്തിയിരിക്കുന്നത്. അതാകുമ്പം ചായ ഉണ്ടാക്കണം, വീട്ടിൽ വന്നിട്ട് കുഴി കഴിയുമ്പോൾ ഉറങ്ങാം. ഓക്കെ, ചായ കുടിക്കാൻ പോവാം. അതെ, ഷോപ്പിംഗ് മോളിൽ പോവാൻ ക്ഷീണമില്ല. ടു മച്ച്. അതൊക്കെ അമ്മേ ഇതേ ഷൂ ഒക്കെ ഇട്ട് ടക്കിൻ ചെയ്ത്. എടാ കൊച്ചേ, നീ ഇതോടെ പോവാടാ. പുതിയ ജീൻസ് ഒക്കെ പുള്ളി ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ടക്കിനൊക്കെ ചെയ്ത് മറ്റേ സിനിമയിൽ പറഞ്ഞല്ലേ, ജഗദീഷ് പറഞ്ഞല്ലേ, ഇത്ര സിമ്പിൾ ഡ്രസ്സ് ധരിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമില്ല. ഡോണ്ട് യു ലൈക്ക്? ഇത് കറക്റ്റ് നീ അതായി പോയല്ലോ. പക്ഷെ എടപ്പാണ് ഷൂ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ടക്കിൻ ചെയ്തേ. ഷോപ്പിംഗ് ഒന്നും അല്ല, ഒരു ചായ കുടിക്കാൻ താഴോട്ട് ഇറങ്ങി വരാനല്ലേ പറഞ്ഞ്. അല്ലാത്തപ്പോ ഏറ്റവും വലിയ അൽക്കുലത്ത് ഡ്രസ് ഇട്ട് വരുന്നവനാണ്. ഒന്ന് കാണിച്ചേ, അമ്മ കാട്ടിങ് വന്നേ. അമ്മച്ചി ജസ്റ്റ് കണ്ടോ? എനിക്ക് വീട്ടിൽ ചായ ഉണ്ടാക്കാൻ മേലഞ്ഞിട്ടാ ചായ കുടിക്കാൻ പോവാന്ന് അറിയാം. ഞാൻ അപ്പനും മോനോടെ പോയിട്ടോ, ഞാൻ വണ്ടി ഇരുന്നോളാം. അല്ലെ ഞാൻ എന്നെ ഇവിടെ ഇറക്കിയായിരുന്നു. ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി കുളിയെല്ലാം കഴിഞ്ഞ് അതല്ല ഞാൻ പറഞ്ഞ, എനിക്ക് പോവാൻ മടിയായല്ല, ചായ ഉണ്ടാക്കാൻ മടിയായിട്ടാ ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഷോപ്പിംഗ് മോളിൽ പോവാൻ മേലെ എനിക്ക്. ഓ, ഷോപ്പിംഗ് മോളിൽ കൂടെ പോകുന്നുണ്ട് എക്സസൈസ്. അണ്ട് ആ വണ്ടിയുടെ ഫ്രണ്ട് വെക്കാതെ എടുത്ത് മടക്കി വെച്ച അതിന്റെ മണ്ടനാണല്ലോ കൊച്ചു കയറി ഇരിക്കുന്നേ. ഒരു കാപ്പി വെച്ചെന്നാ മതി. എന്ത് കൊച്ചിനോടൊരു നോ പറയാൻ അറിയാൻ മേലെന്ന് വെച്ചാ എന്നോട് പഠിപ്പിക്കണോട്ടാ. ഞാൻ പോയിട്ട് വരാം. അപ്പോൾ വെൽക്കം ടു നമ്മുടെ അനദർ എപ്പിഡോസ് ഓഫ് എന്താ പറയുന്നത്, തെണ്ടിത്തിരിയൽ. ഒരു ചായ കുടിക്കാൻ പോകണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. വീട്ടിൽ കയറണ്ട, പോയിട്ട് വരാമെന്ന് മലയാളത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ കൊച്ചിനെ വിളിക്കാമെന്നായി. കൊച്ചു വന്നപ്പോൾ കൊച്ചു നല്ല ഡ്രസ്സ് ഇട്ടെന്നായി. പിന്നെ കൊച്ചിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകണമെന്നായി. എന്തൊക്കെയാ അല്ലേ. നമ്മളിപ്പോൾ ആരായി? നമ്മളങ്ങനെ ചായ കുടിക്കാൻ ചെന്നേ. ഇത് മധുരമേ, ബീഫ് കട്ട്ലേറ്റ് ബീഫ്, പഴംപൊരി. അങ്ങനെ വിത്തൗട്ട് ചായയും കാപ്പിയും പഴംപൊരിയും എല്ലാം വന്നു. പിന്നെ ഇതെല്ലാം കൂട്ടി കഴിക്കുക. ഓരോ പ്രാവശ്യം കഴിച്ചിട്ട് പോകുമ്പോഴോർക്ക് ഇനി വരരുത്, നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന്. ആ ഒരു സാധനം മാത്രം ദൈവം അനുഗ്രഹിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ചെന്നിട്ട് കാപ്പി ഇടാനുള്ള ആരോഗ്യമില്ലെന്നേ. ഞാൻ ആരോഗ്യമില്ല മീൻസ് മടുത്തു. സൺഡേ നേരത്തെ കിടക്കണം, മൺഡേ ജോലി ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അമേരിക്കയിൽ നിന്ന് ചേട്ടനും ചേച്ചിയൊക്കെ വിളിച്ച് നമ്മളോട് വർത്താനം പറഞ്ഞ് നമ്മൾ കിടന്നപ്പോൾ വെളുപ്പിന് 1 മണി. പറഞ്ഞിട്ട് എന്ത് കാര്യം? വീട്ടിൽ പോയി കാപ്പി കുടിക്കുന്നതിന് പകരം വീട്ടിൽ പോയി കാപ്പി ഇടാൻ മടിയായതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് കാപ്പി വാങ്ങിച്ചു. എന്നിട്ട് ഒരുങ്ങി പോവാ. ഞാൻ വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഡ്രസ്സ് ഊരി അകത്തെ ഡ്രസ്സ് ഇട്ടു. പിന്നെ നേരെ ഇങ്ങി പോകും. പോയി കിടക്കണം. നോക്കിനെ അൽവാദം മോളിൽ പോകാം. വീട്ടിൽ പോയാലോ? അടി അമ്മ മടുത്തടി. പാവല്ലേ അമ്മ? നീയും വരണോ? എന്നാ ശരി. എന്റെ കൊച്ചു പറഞ്ഞാ പിന്നെ അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. എന്റെ കുഞ്ഞിന് വേണ്ടി അവസാന ശ്വാസം വരെ ഫ്ലാറ്റായി. ഏതെങ്കിലും എത്തി എന്തോന്ന് കാപ്പ് കുടിച്ചു പിന്നെ കിടന്നു മയങ്ങുന്നു. ഞാൻ ശരിക്കും ജസ്റ്റ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി കിടന്ന് ഉറങ്ങുന്ന ആളെ അല്ല കേട്ടോ. അത് എത്ര മടുത്താലും എത്ര ക്ഷീണിച്ചാലും ലോങ് ഡ്രൈവ് കേട്ടോ, ജസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പം കൂടെ തന്നെ ഇരിക്കും, ഉറങ്ങാറില്ല. പക്ഷെ ഇന്നുണ്ടല്ലോ
കയ്യിൽ നിന്ന് വിട്ടുപോയി. അത്രയും സ്ട്രോങ് കാപ്പി കുടിച്ചിട്ട് പോലും. ഞാൻ പറഞ്ഞില്ല, ആകെ 3-4 മണിക്കൂർ ഉറങ്ങിയിട്ട് ജോലിക്ക് പോയെന്നേ. എന്തോന്നാ ചായ കുടിച്ച് പഴംപൊരിയും കഴിച്ച് കട്ട്ലേറ്റും കഴിച്ച് കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞല്ലേ അൽവാദം എത്തി. ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിയാൽ നിങ്ങളവിടെ പോയിട്ട് വാ. ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞ എന്നാ വണ്ണോ ജോസ്, ഇത് എന്തോ ഇത്. എന്നിട്ട് ഇപ്പൊ എത്ര 3 പഴംപൊരി 1 കട്ട്ലേറ്റ്. ഇങ്ങനെ പോയാൽ ശരിയായല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ അൽവാദേ വന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറുക്കനൊരു ഒരുത്തൻ കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ചായ കുടിക്കാൻ പോടെ ഇറങ്ങി വാടാന്ന് പറഞ്ഞു. അവൻ വന്ന വരവ് കണ്ടോ, പാൻറ്റൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ടത് ടക്കിനൊക്കെ ചെയ്ത് ഇത്രയും സിമ്പിളപ്പനായിട്ട് വരുന്നവനെയൊക്കെ എന്നാ ചെയ്യാനാ. അങ്ങനെ കൊച്ചിന് വാക്ക് പറഞ്ഞാൽ പുറത്ത് പോകാമെന്നും പറഞ്ഞിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ ആദ്യമേ പോയത് സോപ്പിൻ്റെ സെക്ഷനിൽ. ഇപ്പം മനസ്സിലായില്ല, ഇച്ചിരി നനച്ച് കുളിയും നനയൊക്കെ ഉള്ള ടീമാന്ന്. ഡെറ്റോളും ലൈഫ് ബോയും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി സോപ്പ് തേച്ച് കുളിക്കുന്നതാണ് ഇഷ്ടം, നമ്മുടെ ഷവർ ജെല്ലിനേക്കാൾ അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു കഥ പറയാവേ. ഈ കോൺഫ്ലെക്സ് ഒക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോൾ എൻ്റെ വിചാരം എന്തോ വലിയൊരു സംഭവമാണ് കേട്ടോ. ആ മിൽക്കിനകത്ത് കോൺഫ്ലെക്സ് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വിചാരം എന്തോ ഭയങ്കര ടേസ്റ്റുള്ള ആ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള പടം കണ്ടപ്പോഴേ എൻ്റെ എന്താ ബാല്യകാല ചാപല്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ നോക്കി. പിന്നെ അവോക്കാഡോ നോക്കാൻ വന്നപ്പോൾ മെക്സിക്കോയുടെ അവോക്കാഡോ തീർന്നിരിക്കുന്നു, അധികം ഇല്ല. ഏറ്റവും നല്ല അവോക്കാഡോ ഏതിൻ്റെയാണെന്ന് വെച്ചാൽ മെക്സിക്കോടെയാണേ. അതിൻ്റെ ടേസ്റ്റ് അത് നിങ്ങൾ കഴിച്ചിട്ടില്ല, അതിൻ്റെ ഒന്ന് വാങ്ങിച്ചോണം. കുറച്ച് കാശ് കൂടുതലാണ് മറ്റുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പം മെക്സിക്കോയുടെ അവോക്കാഡോ. പക്ഷേ അത് കഴിച്ചാൽ നിങ്ങൾ വേറൊന്നും കഴിക്കുകയില്ല. പിന്നെ ഈ ഒരു കുരുത്തങ്കട്ട ഇറക്കനെ കണ്ടോ, അവന് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന്. ഈ സാധനങ്ങൾ മൊത്തം നമ്മുടെ വീട്ടിൽ നിന്ന് ചീഞ്ഞു പോകുന്നു അല്ലാതെ അപ്പനും എടുത്ത് കഴിക്കുകയില്ല, മോനും എടുത്ത് കഴിക്കുകയില്ല. ആദ്യം ഇവൻ ആപ്പിൾ പോലും നമ്മൾ കഴുകി വെട്ടിയെടുത്ത് കൊടുക്കണം, എന്തോ അല്ലേ. പിന്നെ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ചാഞ്ചാട്ടം തോന്നി, മാങ്ങായിലേക്ക് കേട്ടോ. പിന്നെ കുറേ ഏതൊക്കെയോ ഫ്രൂട്ട്സ്. ഇത് കണ്ടോ, ഇത് ചൈനയുടെ കണ്ട ലെമണാന്ന് തോന്നുന്നെങ്കിലും ചൈനയുടെ ഒരു ഗ്രേപ്പാണ് കേട്ടോ. ഇത് നോക്കിയേ, വാളംപുളി, നമ്മുടെ നാട്ടിലെ വാളംപുളി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എൻ്റെ വായിക്കാത്തൊരു വെള്ളമൊക്കെ വന്നു. കവറിനകത്താക്കി വിൽക്കാൻ വെച്ചേക്കുക. പിന്നെ ഇത് ഒരാവശ്യമില്ല, വാങ്ങിക്കുകയില്ല. പക്ഷെ എന്നാലും എനിക്ക് ചെടികൾ കാണുമ്പോൾ എന്നാ ഭ്രാന്താണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയൊക്കെ. അത് കാണുന്നതും ഇഷ്ടമാണ്, വാങ്ങിക്കുന്നത് അതിനേക്കാളും ഇഷ്ടമാണ്. പക്ഷേ ലുലുവിൽ ഭയങ്കര വിലയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി കണ്ടു. ഓണത്തിൻ്റെ പായസ കച്ചവടം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത കച്ചവടം ഇറങ്ങിയേക്കുക. എനിക്കത് ദീപാവലിയുടെയാണെന്ന് തോന്നുന്നു, സ്വീറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അധികമൊന്നും വാങ്ങിച്ചില്ലെന്നേ. കൊച്ചിന് വാക്ക് കൊടുത്തോണ്ട് കൊച്ചിനെ കൊണ്ടൊന്ന് കറങ്ങാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങുക. വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ പുറകിലത്തെ ക്യാമറയിൽ ഒരു പൂച്ച സാർ നമ്മുടെ വണ്ടിക്ക് എന്താ പറയുക അട്ടപ്പട്ടലം ബ്ലോക്ക് ചെയ്തേക്കുക. അവൻ അങ്ങോട്ടും മാറുന്നില്ല ഇങ്ങോട്ടും മാറുന്നില്ല. അവസാനം സെക്യൂരിറ്റി വന്നു കേട്ടോ. സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാണ് വേണ്ട ഒരു തൊഴി വെച്ചു കൊടുക്കും അല്ലേ. സെക്യൂരിറ്റി നോക്കിയാൽ എന്ത് സ്നേഹത്തോടെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് നോക്കിയോ. ഓരോ ഇതെന്നാ ജസ്റ്റ് സാധനം, ഇതന്നെ തോക്കം. നാളെ ഇതും കൊണ്ടിങ്ങനെ സ്കൂളിൽ പോയാൽ ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് സ്കൂളിൽ നിന്ന് വിളിക്കുന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നു. ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തേക്കും. പെന്നെ ഇത് തോക്കല്ലേ. പിന്നെ ഇത് ബുക്ക്ലെറ്റ് ഒക്കെ ജസ്റ്റ് കൊച്ചിന് ഇതുവരെ തോക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ഇല്ലെന്ന് പറഞ്ഞ ടീമാ. എന്നാൽ ഇതും കൊണ്ട് സ്കൂളിൽ പോകണ്ട, ഇത് നോക്കിയിരിക്കത്തേ ഉള്ളു. നീ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കണ്ണി കുത്താൻ പറ്റിയല്ലേ. ഇത് കണ്ടോ, ഒരു പെന്നാന്ന് എഴുതുന്നത്. ഇതും കൊണ്ട് ആ കൊച്ചു സ്കൂളിൽ പോയി എങ്ങനെ ആയിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ചുമ്മാ കിടന്ന് അലയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പം ശരി, പോയി ചുമ്മാ വരാം.